ചേട്ടൻ്റെ എൻ്റെ ശബ്ദം ഒരുപോലെ ഉണ്ടല്ലോ. ആ, നിന്റെ വീട് എവിടെ? എൻ്റെ വീട് പാലക്കാട്. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദയ അച്ചുവിൻ്റേത്. ദയ അച്ചു ആരാന്നറിയാമല്ലോ അല്ലേ? ബിഗ് ബോസിലൊക്കെ പോയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ദയ അച്ചു. എന്താ സംഭവം ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് RJ അഞ്ജലി നിരഞ്ജന ഒരു പ്രാങ്ക് ഇഷ്യൂ ഒക്കെ നമ്മൾ സംസാരിച്ചതായിരുന്നു. അതിനകത്ത് അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എല്ലാവരും അവരെ വിമർശിച്ചതും അവർക്കെതിരെ വീഡിയോകൾ ചെയ്തതും. കുറേ നാളുകൾ ആ ഒരു ഇഷ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അവർ പിന്നെ വന്ന് സോറിയൊക്കെ പറഞ്ഞു. ആ സോറിക്കകത്ത് പ്രത്യേകിച്ച് സിൻസിയറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. പിന്നെ അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് തന്നെ നമ്മുടെ ദയ അച്ചു ഇവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. ഇവരുടെ ഈ പ്രാങ്ക് കോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഏതോ ഒരുത്തൻ RJ അഞ്ജലിയുടെ മാമനാണെന്നും പറഞ്ഞിട്ട് ഒരാൾ ദയ അച്ചുവിനെ ഫോൺ ചെയ്തു. ദയ അച്ചു അത് റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ താഴെ ചറപറ കമൻറ്റുകൾ, അതും എല്ലാം RJ അഞ്ജലിക്ക് എഗെയിൻസ്റ്റ് ആണ്. ഇവർ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണോ, ഇവർ കുടുംബപരമായിട്ട് ഇങ്ങനെയാണോ, അപ്പിടിയാണ് ഇപ്പിടിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വീണ്ടും RJ അഞ്ജലിക്കെതിരെ വിമർശനം. ഇപ്പോൾ ആദ്യം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് അവർ അംഗീകരിച്ചു. അവർ വന്ന് സോറി പറഞ്ഞു. സോറി പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ RJ അഞ്ജലി നിരപരാധിയാണ് എന്നാണ് എൻ്റെ പക്ഷം. നമ്മളൊരാൾ തെറ്റ് ചെയ്താൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അല്ലാതെ തെറ്റ് ചെയ്യാതെ വെറുതെ ഒരാളെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, നമ്മുടെ ദയ അച്ചു ഈ മാമനെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. RJ അഞ്ജലിയുടെ മാമൻ 2020 ഇങ്ങനെ ഇരുന്നു, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മാമൻ്റെ ഫോൺ കോൾ ഒന്ന് കേൾക്കാം. പക്ഷേ ഞാനത് മുഴുവൻ കേൾപ്പിക്കത്തില്ല, കാരണം അതിനകത്ത് മുഴുവൻ പച്ചത്തെറികളാണ് പറയുന്നത്. അത് നമുക്കങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അമ്മാതിരി തെറികളാണ് പറയുന്നത്. അതിന് കണക്കിനായിട്ടുള്ള ദയ അച്ചു തിരിച്ചും പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ഭാഗം ആ ആളുടെ മുഖം ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം ദയ അച്ചു കൊണ്ടുവന്ന 2020 മാമൻ്റെ വീഡിയോ, RJ അഞ്ജലി ഒരാളുമായിട്ട് ഒരു ടിക്ടോക്ക് വീഡിയോ, ഒരു ഫണ്ണി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പൊക്കിക്കൊണ്ടാണ് ദയ അച്ചു വന്നിട്ടുള്ളത്. ഇത് RJ അഞ്ജലിയുടെ മാമൻ്റെ 2020 വീഡിയോ ആണെന്നും പറഞ്ഞിട്ട്. നമുക്കെന്തായാലും ദയ അച്ചുവിനെ വിളിക്കുന്ന ഫോൺ കോൾ ഒന്ന് കേൾക്കാം. RJ അഞ്ജലിയുടെ ബന്ധു, ഇവൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അഞ്ജലിയുടെ തറവാട് മഹത്വം 916, അടിപൊളി, പെങ്ങൾക്ക് പറ്റിയ ആങ്ങള, വല്ലാത്ത ജാതി ഫാമിലി. ഇതാണ് കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ. അമ്മാവനാണെന്നാണ് പറഞ്ഞത്, പക്ഷെ പിന്നെ അത് ഇപ്പോൾ ചേട്ടൻ എന്നൊക്കെ പെങ്ങൾക്ക് പറ്റിയ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്കെന്തായാലും ആ കോളൊന്ന് കേൾക്കാം, കുറച്ച് ഭാഗം. പറഞ്ഞോ. ഹലോ. പറ. എന്താ പറഞ്ഞു? എങ്ങനെ? പെങ്ങളുടെ വീഡിയോ? ഏത് പെങ്ങളുടെ വീഡിയോ? ഏത് പെങ്ങളുടെ വീഡിയോ? അഞ്ജലിയോ? അതിന് എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതിനെതിരൊന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങളുടെ ഫോണിലേക്കാണോ വിളിക്കുന്നത്? അമ്മോ, ഇനി കേൾക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കരമായിട്ട് തെറി പറയുകയാണ്. ഇനി ഇതെല്ലാം തമാശ എന്ന് പറഞ്ഞാൽ ആ മാന്യദേഹം വീഡിയോ കോളാണ് ചെയ്തേക്കുന്നത്, മുഖം കാണിച്ചുകൊണ്ട്. അഞ്ജലിയുടെ ആങ്ങളെയാണെന്നും പറഞ്ഞാണ് സംസാരിച്ചിട്ടുള്ളത്. ആ കോളാണ് ദയ അച്ചു റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ 2020 ഈ അമ്മാവൻ്റെ കൂടെ റീൽസ്, ഈ അമ്മാവനെ കൊണ്ടല്ലേ എന്നെ തെറി വിളിപ്പിച്ചത് ഡാഷ് മാമിയെ. ഇതാണ് ഈ വീഡിയോയുടെ ക്യാപ്ഷൻ. നമുക്ക് ആ വീഡിയോയിലെ ആളെ ഒന്ന് കണ്ടു നോക്കാം. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ. ഈ വീഡിയോയിൽ കാണുന്ന ചേട്ടൻ എന്ന് പറയുന്നത് RJ അഞ്ജലിയുടെ കൂടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന FM-ൽ വർക്ക് ചെയ്യുന്നൊരു ചേട്ടനാണ്. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ RJ അഞ്ജലിയെ ഫോളോ ചെയ്ത ഒരാളാണ്. അവരുടെ പ്രോഗ്രാമിൽ കേൾക്കുന്ന ഒരാളാണ്. അവരുടെ ആ സമയത്ത് കുറേ ചളി ചോദ്യങ്ങളുമായിട്ട്, അവർ തന്നെ പറയുന്ന ചളി ചോദ്യങ്ങളുമായിട്ട് ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള കുറേ അധികം ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇവർ വീഡിയോകൾ ചെയ്യാറുണ്ട്. ആ ചേട്ടനാണ് ഈ ചേട്ടൻ. അപ്പോൾ ഇത് ഇവരുടെ കൊളീഗാണ്, ഇവരുടെ റിലേറ്റീവ് ഒന്നും അല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. നമുക്കെന്തായാലും ആ ടിക്ടോക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എടി, ഉറുമ്പിനുള്ള പൗഡർ ഉണ്ട്, വേണോ? വേണ്ടേട്ടാ. വീട്ടിൽ ആവശ്യം വരൂടി. വേണ്ടേട്ടാ, ഇന്ന് പൗഡർ എടുത്താലേ നാളെ ചിലപ്പോ ഇതൊക്കെ ലിപ്സ്റ്റിക് ചോദിക്കും. ഇതാണ് ആ വീഡിയോ. ഇതിനകത്ത് എഴുതിയേക്കുന്ന എന്താണ്? ഈ അമ്മാവനെ കൊണ്ടല്ലേ എന്നെ തെറി വിളിപ്പിച്ചത്. അപ്പോൾ ദയ അച്ചു വിചാരിച്ചു ഒരു CID പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ജലിയെ ഒന്നുകൂടി ഒന്ന് എയറിൽ കയറ്റാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മലയാളികൾ എല്ലാവരും മണ്ടന്മാരല്ലല്ലോ അച്ചുവേ. നിങ്ങൾ എടുത്തുചാടി കൊണ്ടുവന്ന ഈ സാധനം
രണ്ട് ആളുകളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ എടുത്തുചാട്ടം ഒന്ന് കുറച്ചാൽ വളരെ നല്ലതായിരിക്കും. പലരുടെയും കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർ സ്ത്രീകളുടെ വിഷയത്തിൽ മാത്രമാണ് ഓവർ ഹൈപ്പർ ആവുന്നത്, അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ആവുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ രേണു സുധി വിഷയത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ഞാനൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല, കാരണം അതിനകത്ത് രേണുവിൻ്റെ ഭാഗത്ത് കുറേ അധികം മിസ്റ്റേക്സ് ഉണ്ട്, അവർ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ ദയയ്ക്ക് തെറ്റിപ്പോയി. നിങ്ങളെ തെറി പറഞ്ഞത് ഏറെ ആരവമാണ്. അതിനകത്ത് RJ അഞ്ജലിയുടെ അമ്മാവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പിടിച്ചിടേണ്ട ഒരു കാര്യമില്ല. ഇദ്ദേഹം ഒരു ഡിഫമേഷന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളകത്താവും. പിന്നെ ദുബായിലായതുകൊണ്ട് എന്നെ അകത്തിടാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ആണെങ്കിൽ പോലും അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ ഒരു അറിവാണ്, എൻ്റെ ചെറിയൊരു അറിവാണ്. അതുകൊണ്ട് ഇമാതിരി പണിക്ക് പോകാതിരുന്നാൽ നല്ലത്. ഇതിനകത്ത് RJ അഞ്ജലിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത്. കാരണം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇത് ആരാണെന്ന് പോലും അവർക്ക് അറിയണ്ടാവില്ല. നിങ്ങൾ കാണിച്ച 2 വീഡിയോയിലെ ആളുകൾ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് കാഴ്ചശക്തിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. ഇതാണ് ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. ഇനി അത് RJ അഞ്ജലിയുടെ അമ്മാവനോ അല്ലെങ്കിൽ ചേട്ടനോ അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സോറി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യണം. അതാണ് മര്യാദ, അതാണ് മാന്യത. ആ മാന്യത നിങ്ങൾ കാണിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇമാതിരി ആളുകളെ വിമർശിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തെറ്റ് പറ്റിയാൽ അത് സമ്മതിച്ചുകൊണ്ട് ഒരു മാപ്പ് പറയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ തെറി പറഞ്ഞ ആളോടല്ല മാപ്പ് പറയേണ്ടത്, ഈ ചേട്ടനോടും RJ അഞ്ജലിയോടും നിങ്ങൾ മാപ്പ് പറയണം. കാരണം ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാര്യമറിയാതെ ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ, അയാളുടെ ഫേസ് നിങ്ങൾ റിവീൽ ചെയ്തു, ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട്. അത് അയാളല്ല എന്ന് കാഴ്ചയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തർത്ഥത്തിലാണത് ഇന്ന ആളാണെന്നും പറഞ്ഞ് പുറത്തുവിട്ടത്? മനസ്സിലാവാത്ത ആൾക്കാർ ഇപ്പോഴും അത് ഷെയർ ചെയ്യുന്നുണ്ട്, RJ അഞ്ജലിയുടെ അമ്മാവനെ കിട്ടിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരാളെ നമുക്ക് വിമർശിക്കാം, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാം. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ അവരെ വിമർശിക്കുന്നതിൽ കഴമ്പില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇവിടെ തെറ്റുണ്ട്, നിങ്ങളതിന് RJ അഞ്ജലിയോടും ഈ പറയുന്ന ചേട്ടനോടും സോറി പറയേണ്ടത് നിങ്ങളുടെ മാന്യതയാണ്. ആ മാന്യത നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് രണ്ടും ഒരാളാണെന്ന്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സോറി പറയാൻ തയ്യാറുമാണ്. ഈ ചേട്ടൻ ഇപ്പോഴും ആ പറയുന്ന FM വർക്ക് ചെയ്യുന്നുണ്ടാവും, ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.